പോലീസിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനമായ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മത നേതാക്കളെ കണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായും കൂടിക്കാഴ്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിനെയും സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. ആഭ്യന്തരമന്ത്രിയായ ശേഷമുള്ള ആദ്യ മലബാർ സന്ദർശനത്തിൽ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി രമേശ് ചെന്നിത്തല മതനേതാക്കളെ ഓരോരുത്തരെയായി കണ്ടു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തിനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തുടർന്ന് കാരന്തൂർ മർക്കസിലെത്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായും കൂടിക്കാഴ്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിനെയും സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പിന്തുണ തേടി. എന്നാൽ മദ്യത്തേക്കാൾ ദ്രോഹകരമായിട്ടുള്ളതാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഒരു മാലാഖയെ പോലെയാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ രംഗത്തേക്ക് കടന്നു വന്നത്. മോഹൻലാലിന് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി തുടങ്ങിയ ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമായി തുടരാനാണ് ആഭ്യന്തരമന്ത്രിയുടെ നീക്കം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.